അബൂ മൂസ അശ്അരി റഹ്മഹുല്ലാഹ് നമ്മുടെ ഇമാം അശ്അരി ഇമാമിന്റെ ഉപ്പാപ്പയാണ്. ഇവരിലേക്കാണ് നമ്മളെ ഇമാമിനെ, അഹ്ലുസുന്നയുടെ ഇമാമിനെ അബൂ മൂസ അശ്അരി തങ്ങളെ ഇവരിലേക്കാണ് നിസ്ബ ചെയ്യുന്നത്. മക്കയിൽ വെച്ച് മുസ്ലിമായ ആളാണ്. പിന്നെ മക്കയിൽ നിന്നും ഹബിഷയിലേക്ക് യാത്ര പോയി, ഹിജറ പോയി. ഇവിടെ നിൽക്കണം, നിങ്ങൾ അങ്ങോട്ട് വെക്കണം. അവിടെ നല്ലൊരു രാജാവുണ്ട്, അയാൾ നിങ്ങളെ നോക്കിക്കൊള്ളുന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ കേട്ടാട് കേൾക്കാത്തട അങ്ങ് പോയി കിടന്നു ഹബിഷയ്ക്ക്. പിന്നെ ഒരു മദീനത്തേക്ക് വന്നു. സുമ്മ ഖദിമ എന്താ മഅ അഹ്ലി സഫീന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈബറ. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ശരീഫിൽ ഖൈബറിൽ നിൽക്കുമ്പോഴാണ് കപ്പലിൽ യാത്ര ചെയ്ത് അവിടെ വരുന്നത്. അവിടേക്ക് ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഇതൊന്നും അതിനോട് പറയുന്നില്ല. വല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ അക്കരെ പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ അവരെ സംബന്ധിച്ചുകൊണ്ടുണ്ട്. ഹിജറയുടെ 20-ാം കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവരെ വാലിയാക്കി നിശ്ചയിച്ചു ബസറയിലേക്ക്. അബൂ മൂസ റളിയല്ലാഹു അൻഹു ഒരുപാട് രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തി. ആ രാജ്യങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബസറയിൽ തന്നെ ആയിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വരെ. പിന്നെ അവിടുന്ന് പോയി കൂഫയിലേക്ക് പോയി അവിടെ താമസിച്ചു. കൂഫയിൽ കുറെ നാൾ പ്രബോധനം നടത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടുന്നത് വരെ. പിന്നെ മക്ക ശരീഫിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അവിടെ ഹാക്കിമായി കുറെ നാൾ നിന്നു. 52-ാമത്തെ വയസ്സിൽ വഫാത്ത്. മക്ക ശരീഫിലാണ് അവരെ ഖബർ ശരീഫുള്ളത്. അത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ. വലിയ ആളായപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞാൽ മതി. കയറി വരുന്നു. ഒരായത്തിനെ പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഇയാളെ പരമ്പരയിലായിരിക്കും അവർ എന്ന് പറഞ്ഞു. പിന്നെ വായിക്കും, നമ്മൾ വായിച്ചു നോക്കും കുറെ. അതാ മിന്നസലാബി അതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയത്ത് ഓർമ്മ വരുന്നില്ല നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സലാസത്തുൻ, 3 വ്യക്തികളാകുന്നത് അല്ല അയ്യഷ്ഖാസുൻ സലാസത്തുൻ എന്നാണ്. 3 വ്യക്തികളാകുന്നത് ലഹും അവർക്കുണ്ട്. സലാസത്തുൻ എന്നാൽ അല്ലേ, സലാസത്തുൻ എന്നാണ്. അപ്പം പിന്നെ അഷ്ഖാസ് ഷഖ്സിന്റെ ജമ അഷ്ഖാസ്. ഷഖ്സ് മുദക്കറായപ്പം സലാസത്തിന് എന്താക്കി മുന്നതാക്കിയാണ്. നേരെ തിരിച്ചാണല്ലോ എല്ലാം ഉള്ളത്. 10 വരെ സലാസത്തു അഷ്ഖാസ് അല്ലെങ്കിൽ അഷ്ഖാസുൻ സലാസത്തുൻ, 3 വ്യക്തിത്വങ്ങൾ, 3 വ്യക്തികൾ, 3 കൂട്ടരെന്നതിനർത്ഥം കേട്ടാ. ലഹും അവർക്കുണ്ട് അജ്റാനി, 2 കൂലിയാണ്. 2 കൂലി ഓരോരുത്തർക്കുണ്ട്. ലഹും ഐലി കുല്ലി വാഹിദിൻ അജ്റാനി അദീമാനി. റജുലുൻ അതായത് ഒരാൾ, മിൻ അഹ്ലിൽ കിതാബ് അയാൾ കിതാബിന്റെ അഹ്ലുകാരനാണ്.
ആമന ബി നബിയിഹി, ആ കിതാബിന്റെ നബീനെ കൊണ്ട് വിശ്വസിച്ചു. പിന്നീട് ഞാൻ വന്നപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിച്ചു. കണ്ടോ, ആമന ബി നബിയിഹി മിൻ അഹ്ൽ കിതാബാണ്, ആമന ബി നബിയിഹിയാണ്. പിന്നെന്ത് ചെയ്തു? അതിനുശേഷം വആമന ബി മുഹമ്മദിൻ, ഞാനാകുന്ന മുഹമ്മദ് നബിയെ കൊണ്ടും വിശ്വസിച്ച ആളാണ്. ഈമാനൻ സഹീഹൻ അയ്ളൻ വആമന ബി മുഹമ്മദിൻ, ആമന ബി നബിയിഹി വബി മുഹമ്മദിൻ എന്നല്ല പറഞ്ഞത്, വആമന ബി മുഹമ്മദ്. രണ്ടാമതും ആമിലിനെ ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, മറ്റുള്ള അമ്പിയാക്കന്മാരെ കൊണ്ടുള്ള വിശ്വാസമല്ല പുന്നാര നബിയെ കൊണ്ടുള്ള വിശ്വാസം. മറ്റുള്ള അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓരോരോ അമ്പിയാക്കന്മാരുടെയും ഈമാൻ അവരവരെ കൊണ്ട് തഖ്സീസാക്കപ്പെടുന്ന കോലത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാൻ പ്രത്യേകമായത് ഒന്നാണ് എന്നറിയിക്കാൻ എന്ത് ചെയ്തു? വആമന ബി മുഹമ്മദിൻ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ പിന്നെ എല്ലാവരെ കൊണ്ടും വിശ്വസിക്കലാണ്. നേരെ തിരിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചതിനാൽ ഈസാ നബി കൊണ്ട് വിശ്വസിക്കണമെന്നില്ല, മുഹമ്മദ് നബി കൊണ്ട് വിശ്വസിക്കണമെന്നില്ല. മനസ്സിലായില്ല? പിന്നെ അതുകൊണ്ടാണ് വാമന മടക്കിയത്. പിന്നെ അപ്പോൾ ഇവ രണ്ട് ഈമാനായി അവർക്ക്. രണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള നബി വന്നപ്പം പ്രബോധനം നടത്തിയപ്പോൾ അയാളെ കൊണ്ട് അവർ വിശ്വസിച്ചു. അതിൽപ്പെട്ടവരാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്ൻ സലാം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇങ്ങനെ അത് പറഞ്ഞില്ല, കുറെ നാൾ പറഞ്ഞില്ലേ. പിന്നെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ദാവൂദ്, ഇഞ്ചീൽ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടവർ കാണും. അവർക്കുള്ള അനുയായികൾ കാണും. അവർ റസൂൽ വന്നപ്പോൾ പിന്നെ റസൂൽനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടാവും. വെറുതെ അങ്ങ് വിശ്വസിക്കില്ല, മറ്റു പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇനി വരുന്ന പ്രവാചകന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവർക്കുള്ള കിതാബിലും ഉണ്ടാവും. മനസ്സിലായില്ല? അവർക്കുള്ള കിതാബിലുണ്ടാകുമ്പോൾ ഇങ്ങനെ വരെ ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട്, അവരുടെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവർക്കുള്ള തൗറാത്തിലും ഇഞ്ചീലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒന്നാൾ അയാൾ തന്നെയാണ്. ഇപ്പൊ ഇവരോടൊന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും, പ്രവാചകനോടൊന്ന് ചോദിക്കും. അപ്പോൾ പോലെ എന്താ നിങ്ങളെ പറ്റി ഞങ്ങളെ കിതാബിൽ കണ്ടു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ട് കൂലി അവർക്ക് കണ്ടോ, ഡബിൾ കൂലി. അബ്ദുല്ലാഹിബ്ൻ സലാം വാശുബാഹിഹി കണ്ടാ. ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുമിനൂൻ ഉലൈക യൂതൂന അജ്റഹും മർറത്തൈൻ എന്ന് ആയത്തിലാക്കുന്നു. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി. ബാക്കിയെന്താ വേറെ ആയത്ത്? പെട്ടെന്ന് ആയത്ത് ഓർക്ക് വേഗം ഓന്നണം. ഓതാൻ അറിയില്ല പിള്ളേർ വെറുതെ ഹാഫിസ് പറഞ്ഞിരിക്കുക. പറയടാ, പറഞ്ഞൂടാ. الذين آتيناهم الكتاب من قبله. ആരോടാ ചോദിക്കുന്നത്? അലിഫ് ലാം മീം മുതൽ എടുത്ത് നോക്കിക്കളാ. പിന്നെ ആയത്തോതാലയമായിട്ട് പിള്ളേരാ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ الذين آتيناهم الكتاب من قبله هم به يؤمنون. അതല്ല ആയത്ത്. ആയത്തില്ല, പുസ്തകരുടെ ആയത്തുകൾ ഓതാണ്. അങ്ങനത്തില്ല. ഇല്ല ഉണ്ടോടാ? ഉലൈക യൂതൂന അജ്റഹും മർറത്തൈൻ. ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ലാതെ അങ്ങനൊന്നും ഒരു ഉസ്താദിന് വരെ പണിയില്ല. ഉസ്താദെന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഓതിയ ഖുർആനകത്ത് അങ്ങനൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഉസ്താദിനെന്താ ഉസ്താദ് വരെ പണിയില്ല. ഉസ്താദ് വെറുതെ എങ്ങനെ വിടുക, ഒരു വിടൽസ് ഇല്ലേ സൽമാനെ? ഉസ്താദിന് വിടൽസ് ഇങ്ങനെ വിടും, പറ്റിയാ പറ്റി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. സൽമാൻ, അങ്ങനല്ലേ നീ എന്നെ പറ്റി പറയണേ? ഉസ്താദ് അങ്ങോട്ട് ഓതൂടാ,
പറ്റിയാ പറ്റിയില്ലെങ്കിൽ ഇല്ല. അങ്ങനെ സൽമാനെ എന്താണ് ഇങ്ങനത്തെ കുറെ കുട്ടികളാ. ഇവരെയൊക്കെ ആബിദെന്ന് പറഞ്ഞ് വെറുതെ നമ്മളമാരൊരു ദിവസം ചോറ് തിന്നു പോയി. അമാരല്ല കത്ത ഓതിയപ്പം എന്തോ ഖത്മുൽ ഖുർആൻ എവിടെയാലും കൊടുത്തല്ലേ തങ്ങളിപ്പം പോയി കൊണ്ടുവന്നിട്ട്. നമ്മളിപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരും. അവരന്ന് വലിയ കാലത്ത് വിലക്കുമുണ്ണാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ഭക്ഷണമൊക്കെ തന്നിട്ടേ അവർക്ക് ആയത്തൊന്നുള്ളൂ. അല്ലദീനാതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി, ഒരു കൂട്ടരാകുന്നത് അവർക്ക് നാം നൽകുകയും തങ്ങൾക്ക് മുമ്പ് ഹും ബിഹി യുഅ്മിനൂൻ, അവർ ആ കിതാബ് കൊണ്ട് വിശ്വസിച്ചവരാണ്. വഇദാ യുത്ല അലൈഹിം, അവരുടെ മേൽ ഓതപ്പെടുകയാണ് എങ്കിൽ ഖാലു, അവർ പറയും ആമന്നാ ബിഹി എന്ന് പറയും, ഇന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിനാ എന്നും പറയും, ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ എന്നും പറയും. ഉലൈക അക്കൂട്ടരാകുന്നത് യുതൗന, അവർക്ക് നൽകപ്പെടും, അജ്റഹും അവരുടെ കൂലിയെ നൽകപ്പെടും, മറത്തൈൻ 2 പ്രാവശ്യം, ബിമാ സബറൂ ഒരു സബർ ചെയ്തതിന്റെ കാരണം കൊണ്ടും. തന്നെയല്ല അവരുടെ വേറൊരു വിശേഷണവുമുണ്ട്, യദ്റഊന ബിൽ ഹസനത്തി സയ്യിആ, ഒരു തെറ്റ് ചെയ്താൽ അവർ നന്മയെ തുടർത്തും അതിനോടുകൂടെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യും. ഇദാ സമിഉൽ ലഗ്വ, കളി തമാശകൾ അവർ കേൾക്കുകയാണ് എങ്കിൽ അഅറദു അൻഹു, അതിനെ തൊട്ടവരങ്ങ് തിരിഞ്ഞു കളയും. വഖാലു, അവർ പറയും ലനാ അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുണ്ട്, ലനാ അഅമാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനമാണ്, വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനമാണ്, ഞങ്ങളൊന്നും പറയുന്നില്ല. സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ യാസിനോട് ചെല്ലും പറയും അസ്സലാമു അലൈക്കും പറയും. നിന്റെ പ്രവർത്തനം നമുക്ക് പ്രവർത്തനം, മനസ്സിലായില്ലോ? സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾ ഈ അജ്ഞന്മാരോട് തുടരാറില്ല. അങ്ങനെയല്ലേ? അങ്ങനെ ആയത്തുണ്ടടാ? ആയത്തില്ലെന്നോ? മാഷാ അല്ലാഹ്, ഞാൻ ഓതിട്ട് കണ്ടവർ പറയാൻ ആയത്തില്ലെന്ന്. സൽമാനെ അങ്ങനെ ആയത്തുണ്ടോ? ഉണ്ട്. എവിടെയാ ഉള്ളത്? അത് കൊണ്ടാ സൂറത്തുൽ ഖസസിന്റെ 52, 53, 54 ഒന്ന് എടുത്ത് നോക്കികളാ. ഇല്ലേ ഹാഫിദീങ്ങൾ നടക്കുക ശരിയല്ലേ? ആപ്പിളിങ്ങൾ ഇങ്ങനത്തെ കുറെ കുട്ടികളാ. ഇതിനൊക്കെ ആവിന്ന് വരുന്ന നടക്കും. ഇങ്ങനെ വലിയ കുപ്പായം മേടിച്ചങ്ങിട്ട് എവിടെ കുപ്പായം? വലിയ കുപ്പായം എവിടെ? മുസമ്മിൽ എടുത്തോണ്ട് കളഞ്ഞ ഇടണ്ടെന്ന് പറഞ്ഞോ? ഇന്നലെ ഇടണമെന്ന് പറഞ്ഞല്ലേ പോയി. ഇങ്ങനത്തെ കൂട്ടർ കേട്ടാ. അല്ലാ നസത്ത് ആദിയില്ലായത്തു ഫീമൻ ആമന മൈ എന്ന് റസൂൽ പറഞ്ഞു. ഈ ആയത്ത് എന്നെക്കൊണ്ട് എന്നോടുകൂടെ വിശ്വസിച്ചവരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. മനസ്സിലായില്ലേ? നസലത്ത് ഫീ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വബനി അബ്ദുസ്സലാമിന്റെ കാര്യത്തിലുമാണ് ആയത്തിറങ്ങിയത്. സൽമാൻ ഫാരിസി നസ്രാനിയാണ്, രണ്ടാമത്തെ ആള് യഹൂദിയാണ്. ഏതായാലും വേണ്ടില്ല, ഇവരെ കൊണ്ട് വിശ്വസിച്ചു. അവർക്ക് 2 കൂലി കിട്ടിയെന്ന്. ഏതാ രണ്ട് കൂലി? ഇപ്പം അസിലും യുറ്റിക്കല്ലാഹു അജ്റൈനി മർറത്തൈനി എന്ന് ഹിർക്കലിന് എഴുതിയതിനകത്തുണ്ട്. ഹിർക്കലിന് കത്തെഴുതിയതിനകത്ത് നീ വിശ്വസിക്കടാ, നിനക്ക് 2 കൂലി അല്ലാഹു തരും. 2 കൂലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 കൂലി അയാൾ നിസ്കരിച്ചതിനല്ല, അല്ല അയാൾ ചെയ്തതിനല്ല, അയാളെ കണ്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തായി മുസ്ലിം അയാൾക്കൊരു കൂലി, അതിന്റെ ഒരു 2 കൂലി. മനസ്സിലായില്ല? അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല പൂർത്തിയാക്കി തരും. എങ്ങനെ എന്നവില ഹസനത്ത് പല അശ്റു അംസാലിയാന്നൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് സബ സയ്യത്തൻ ഏവന്മാർക്കൊന്നും ആയത്ത് പോകാനോ അറിയില്ല, ഒരു ഭാഗ്യം. എന്ത് ചെയ്യാനാ ഇങ്ങനത്തെ കുറെ കുട്ടികൾ. അൽ മലൂക്, രണ്ടാമത്തേത് അടിമകളാണ്. അടിമകൾക്ക് 2 കൂലി കിട്ടും. മനസ്സിലായില്ലേ? അൽ മംലൂക്കുന്നല്ലേ? അൽ അബ്ദുന്നുണ്ടോ? വൽ അബ്ദുൽ മംലൂക്ക്
അബ്ദ് എന്ന് പറഞ്ഞാല് ജമീഉന്നാസിന് അബ്ദ് എന്ന് പറയും. അതുകൊണ്ട് ആ അബ്ദ് പറഞ്ഞിട്ട് പിന്നെ ഒരു വിശേഷണം കൊടുത്തു, അൽ മംലൂക്ക്. കണ്ടാ, നമ്മളും അബ്ദാണ്, നമ്മളൊക്കെ അബ്ദുല്ലയാണ്. ഈ പറഞ്ഞ അബ്ദു അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ ഒരാളെ അബ്ദായിരിക്കും. അടിമയായി നിൽക്കുന്നവർ അടിമയും ഉടമയുമായിക്കൊണ്ട്. അപ്പൊ ആ ഉടമയ്ക്ക് ആവശ്യമാവുന്ന സേവനങ്ങൾ ചെയ്യുന്നതിന് പുറമെ അവൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിനും എന്ത് ചെയ്യുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു. ഇപ്പൊ 2 കൂലി അയാൾക്കുണ്ട്. കണ്ട, അൽ അബ്ദു അൽ മംലൂക്ക് ഇദാ അദ്ദ. എപ്പോഴാണ് 2 കൂലി കിട്ടുന്നത്? വെറുതെ കിട്ടത്തില്ലേ. ഇദാ അദ്ദ അയാൾ വീട്ടുമ്പോൾ ഹഖ്ഖല്ലാഹ്, അള്ളാഹുവിന്റെ ഹക്കിനെ വീട്ടി, മിൻ സലാത്തിൻ വസൗമിൻ വനഹ്വിഹിമ വഹഖ്ഖ മവാലീഹി, അയാളുടെ മൗലകളുടെ ഹക്കിനെയും വീട്ടി, അയാളുടെ ഉടമകളുടെ ഹക്കിനെയും അയാൾ വീട്ടിയാലും അയാൾക്ക് 2 കൂലിയുണ്ട്. ഉടമകൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കുറെ നാൾ ഒരാൾ അടിമയായിട്ട് നിൽക്കും. പിന്നെ ഈ അടിമ, ആ ഉടമ പിന്നെ വേറെ വിറ്റാൽ വേറെ ആൾക്കാരുടെ അടിമയല്ല. അങ്ങനെയാണല്ലോ അടിമ കച്ചവടം. നമ്മുടെ നാട്ടിൽ പശു കച്ചവടം പോലെ അവിടെ അന്ന് കേട്ടാ, നമ്മളൊരു പശുവിനെ മേടിച്ചു കുറെ ആൾ കഴിഞ്ഞിട്ട് വിൽക്കും, വേറെ ഒന്നിനെ മേടിക്കും. അതേപോലെ അവിടെ അബിദിനെ ഒരു അബിദിനെ നിർത്തിയാൽ പിന്നെ അബിദിനെ കൊണ്ടവിടെ കൊണ്ടുപോകും, ചന്തയെ കൊണ്ടുപോയിട്ട് വിൽക്കും. അതിന് പഠിക്കാൻ ആൾക്കാരാണ് കേട്ടാ. അപ്പൊ എന്തായി, ഒരബിദ് തന്നെ പല ഉടമകളുടെ സഹത്തിൽ കീഴിൽ നിൽക്കും. അപ്പൊ അങ്ങനെ ആ ഉടമകൾക്കെല്ലാം ഈ അബിദ് എന്ത് ചെയ്യുന്നു, ഉടമകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഖിദ്മത്തുകളും ചെയ്യുന്നു. അങ്ങനെ ഒരു കൂലി. പിന്നൊരു കൂലി അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നു. അങ്ങനെ 2 കൂലി അല്ല. ഇനി ഏതാണ് വറജുലുൻ അല്ല, വറജുലുൻ വേറൊരാളാണ്, കാനത്ത് ഇൻദഹു അമത്തുൻ യതഉഹാ ഫഅദ്ദബഹാ ഫഹസന തഅദീബഹാ വഅല്ലമഹാ ഫഹസന തഅലീമഹാ ثم اعتقها فتزوجها. ഒരടിമപ്പെണ്ണ്, ഒരടിമയായ പെണ്ണ് ഒരുത്തന്റെ അടുക്കലുണ്ട്. ആ പെണ്ണുമായിക്കൊണ്ട് അവൻ ശാരീരിക ബന്ധം പുലർത്തുന്നുമുണ്ട്. അടിമകളോട് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റുമല്ലോ, അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായേ? അങ്ങനത്തെ ഒരാളാണ്, അടിമയാണ്. പിന്നെന്ത് ചെയ്തു? അതിന് പുറമെ അദ്ദബഹ അല്ല, അയാൾക്ക് അയാൾ എന്ത് ചെയ്തു? ആ പെണ്ണുങ്ങൾക്ക് നല്ല സുസ്ഥിരമായ അദബുകൾ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്ത് ചെയ്തു? മര്യാദ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഫഅഹ്സന തഅദീബഹ, ആ അദബ് പഠിപ്പിക്കലിനെ മെച്ചമാക്കൽ എങ്ങനെ? അത് പഠിപ്പിക്കലും മെച്ചമാക്കൽ നല്ലതാണ്. അത് പഠിപ്പിക്കൽ അടിച്ചു ഇടിച്ചു തട്ടിയൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനല്ല, അതിന് മെച്ചമാക്കി അത് പഠിപ്പിക്കാന്നല്ല, വളരെ മയത്തോടുകൂടി അവനെ നന്നാക്കി എടുത്തു. അതല്ല ഏട്ടാ, അതപ്പോ അഹ്സന തഅദീബഹ, അതായത് ആ അടിമപ്പെണ്ണിനോട് ഒരൊറ്റ സ്വഭാവം, കനത്ത സ്വഭാവം കാണിക്കാതെ മയമായ സ്വഭാവത്തിൽ അവളെ പറഞ്ഞ് നന്നാക്കി എടുത്തു. ഇതെന്നെ മേന. പിന്നെയോ വഅല്ലമഹ, പഠിപ്പിക്കുകയും, ഫഅഹ്സന തഅലീമഹ അല്ല, നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമഹ, ഓൾക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഹ്കാമുകളൊക്കെ, മത നിയമങ്ങളൊക്കെ അവന് പഠിപ്പിച്ചു കൊടുത്തു. ദാമിൻ അഹ്കാമി ശരീഅത്തി ഫഅഹ്സന തഅലീമഹ, പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഫഅഹ്സന തഅലീമഹ, ആ പഠിപ്പിക്കലിനെ മെച്ചമാക്കുകയും ചെയ്തു. മെച്ചമാക്കിയെന്ന് പറഞ്ഞാൽ അഹമ്മും മുഹിമ്മുമായതിനെ ആദ്യം പഠിപ്പിച്ചു. പിന്നെന്ത് ചെയ്തു? അഹമ്മല്ലാത്തതിനെ പിന്നീട് കൊടുത്തു. മനസ്സിലായില്ല? അതാണ് അഹ്സന തഅലീമ എന്നുള്ളത്. അഹ്സന തഅലീമ എന്നുള്ളതാണ് ആദ്യം മീസാൻ ഓതി കൊടുക്കും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പിന്നെ സർബോൾ പഠിപ്പിച്ചു കൊടുക്കും, പിന്നെ നെഞ്ചാൻ ഓതിച്ചു കൊടുക്കും. അത് അഹ്സന തഅലീമ. ഇത് ആദ്യം മീസാൻ ഓതി പിന്നെ മിഷ്കാത്തലത്തോണ്ടിരിക്കാൻ അങ്ങനെ ശരിയാവുന്ന അഹ്സന തഅലീമാവില്ല. തർക്കീബിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം എന്ത് ചെയ്യാം, വലിയ തുടങ്ങി. ഇത് ആദ്യം തന്നെ ബന്ധമുണ്ടെങ്കിൽ മിഷ്കാത്തലത്തം കൊടുക്കും ഓതാൻ വേണ്ടിയിട്ട്. അത് അഹ്സന തഅലീമല്ല, അല്ലമാന്ന് വേണമെങ്കിൽ പറയാം, പഠിപ്പിച്ചു എന്നൊക്കെ പറയാം. അഹ്സന തഅലീമല്ല. അഹ്സന തഅലീമ എന്നുള്ളത് അഹമ്മ് മുഹിമ്മായതിനെ എന്ത് ചെയ്തു? മുന്തിച്ചു, അതല്ലാത്തതിനെ ബന്ധിച്ചു. അങ്ങനെ ഏടാ ഫഅഹ്സന തഅലീമഹ സുമ്മ അഅതഖഹ, ഏടാ പിന്നെ ഓളെ അങ്ങ് ഇത്തിഖാക്കിയാണ്, പിന്നെ ഓളെ തന്നെ കെട്ടുകയും ചെയ്തു. ഫതസവ്വജഹ, ഏടാ ഓൻ തന്നെ എന്ത് ചെയ്തു? ഓളെ അങ്ങ് കെട്ടുകയും ചെയ്തു.
അവനും 2 കൂലിയുണ്ട്. ഇപ്പൊ ഭർത്താവായി, ഭർത്താവിന് ഭാര്യ എന്ന നിലയിൽ സംരക്ഷിക്കുമ്പോൾ ഒരു കൂലിയിട്ട്, നേരത്തെ ഉടമയെ സംരക്ഷിച്ചെന്ന കൂലിയിൽ വേറൊരു കൂലി. മനസ്സിലായില്ലേ? പിന്നെ ഇനിയും പറ. കഴിഞ്ഞു മുത്തഫഖുൻ അലൈഹിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, നേരത്തെ പറഞ്ഞല്ലോ ഇബ്നു ഉമർ തങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണെന്നൊക്കെ. 58-ാം പേജ് കഴിഞ്ഞിട്ട് ഞാൻ 58 അതിനകത്ത് കണക്കില്ല കേട്ടാ. പിന്നെ قال رسول الله صلى الله عليه وسلم أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام حسابهم على الله. ഇനി നമ്മൾ നല്ലൊരു ഹദീസിലേക്ക് പോകുന്നു. മനുഷ്യന്മാരിങ്ങനെ തീവ്രവാദം നാട്ടിക്കാണിക്കും. ഈ ഹദീസിന്റെ ലാഹിറനുസരിച്ച് വെച്ചോളൂ. ലാഹിറിന്റെ അർത്ഥം അതിന്റെ പരിഭാഷമൊക്കെ എങ്ങനെ കാണത്തുള്ളൂ? എന്നോട് കൽപ്പിക്കപ്പെട്ടു, റസൂൽ എന്ന് പറയാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ടു ഞാൻ ജനങ്ങളെയൊക്കെ കൊല്ലാൻ ഹത്തായശ്വത് ഒരു സാക്ഷിയാകുന്നത് വരെ. കത്തലാർത്ഥം കൊന്നൊന്നല്ല, ശരിയല്ല. ഹത്തായശ്വത് സാക്ഷിയാകണം. എന്ത് ചെയ്യണം? ഹത്തായശ്വതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ലെങ്കിൽ നീളം കുറച്ചാൽ കിട്ടിയേക്കണം. അതിന്റെ നേരെ അർത്ഥമല്ലയോ? പിന്നെന്ത് വേണം? നിസ്കരിക്കുകയും വേണം. വയഖീമുസ് സലാ വയത്തു സക്കാ, അല്ല സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം. പിന്നെന്താണ്? ഇതൊക്കെ ചെയ്താൽ അസമു മിന്നി ദിമാവും, അവർക്ക് രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ അല്ല എന്ത് എല്ലാം പറയാൻ പറ്റും. ഹദീസിൽ നിങ്ങൾ പച്ചയായിട്ട് പറയില്ലേ ഇതിനകത്ത്. അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി വല്ലതും പറയാൻ പറ്റും. എന്നോട് കൽപ്പിക്കപ്പെട്ടു അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് അമറനില്ലാവുന്നതിന് അർത്ഥം അവ ഉമിർത്തു എന്ന് പറഞ്ഞു. ഇവിടെ വേറെ സമയങ്ങളുണ്ട്, ഫായിലൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ട് വിചാരിച്ചിട്ടാ ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഫുയിൽത്തൊക്കെ നമ്മൾ പഠിച്ചില്ലേ കിത്താനത്ത്. അതിന് ഹദീസിനകത്തില്ലേ മോശമാവില്ല. നിങ്ങളെ ചോദിക്കത്തില്ലേ, ഞങ്ങളൊക്കെ ഒരു ഫുയില പഠിച്ചിട്ട് ഒരൊറ്റ ഹദീസും കണ്ടില്ലല്ലോ ഒരു മജൂലിന്റെ ഫീലിനായിട്ട്. നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ലേ? ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൽപ്പന ഉണ്ടായെന്നാണ്. എന്തിനാണ് കൽപ്പിക്കപ്പെട്ടത്? എന്താ? ഉമിർത്തു അൻ ഉഖാതിലന്നാസ, ജനങ്ങളെയൊക്കെ കൊന്നുകളയണം. കത്തലാന്നൊക്കെ കൊന്നല്ലേ അല്ല, ഉഖാതില, ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യണം. ഹത്താ യശ്ഹദു, അവർ സാക്ഷിയാകുന്നത് വരെ. സാക്ഷിയായി കഴിഞ്ഞാൽ നമ്മൾ യുദ്ധമില്ല. എന്നത് സാക്ഷിയാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെന്ത് ചെയ്യണം? സാക്ഷിയായ മാത്രം പോലെ നിസ്കരിക്കണം. പിന്നെന്ത് വേണം? നോമ്പ് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. പിന്നെന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. അല്ലേ? അത്രേ ഉള്ളൂ. 3 കാര്യം മതി. ഹജ്ജും നോമ്പും വേണ്ടായിരിക്കില്ലേ? ഹജ്ജിന്റെയും നോമ്പിന്റെയും കാര്യം പറഞ്ഞില്ല, അത് വേണ്ടായിരിക്കും. ഇത്രയൊക്കെ മതി. പിള്ളേരല്ലേ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ്. എന്താ ഇത് പറഞ്ഞപ്പോ പിന്നെ ഹജ്ജും നോമ്പും നിർബന്ധമായിട്ടുണ്ടാവില്ല. പിന്നീടാണ് കുറേശ്ശാണ് നിർബന്ധമാക്കിയത്. എല്ലാം ഒന്നാ പാസ്സാക്കിയതിന് ഉച്ചയല്ലല്ലോ. ഒരു ദിവസം കൊണ്ട് പാസ്സാക്കി തന്നെയല്ലല്ലോ, ഇത് കുറേശ്ശെ പാസ്സാക്കാൻ. അപ്പൊ അന്ന് ചിലപ്പം ഹജ്ജും ചെയ്തിട്ടില്ല, കൊറോണ കാലമായിരിക്കും ചിലപ്പോ. അപ്പൊ എന്ത് ചെയ്യും? ആയത്തിന്റെ അർത്ഥം അല്ല ഹദീസിന്റെ അർത്ഥം പച്ചയായ അർത്ഥം വെച്ചാൽ എന്ത് ചെയ്യും? ആളെ കൂടെ ഇറങ്ങുമ്പോ അവിടെ പോയിട്ട് അവനെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ മുഖത്തിരിക്കണോട്ട്